ദേ നോക്കിയേ, കൊച്ചി ലുലുമാളി കൂടെ ചുമ്മാ ഇങ്ങനെ നടക്കായിരുന്നു. കുറേ നേരം നടന്നപ്പോഴാണ് കാലിന് മുട്ടം വേദന. അപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചേ, അത്യാവശ്യം നല്ല ഹീലുള്ളൊരു ഫുട്വെയർ ആണ് കേട്ടോ ഞാൻ ഇട്ടേക്കണേ. നേരെ വിട്ടു സ്കെച്ചേഴ്സിലേക്ക്. അവിടെ കുറേ മോഡൽസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളോട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ ഹീൽസ് ഇടാൻ പാടില്ല, അതുപോലെ ഫ്ലാറ്റായിട്ടുള്ളത് ഇടാൻ പാടില്ല, എപ്പോഴും 1 ഇഞ്ച് ആ ഒരു വണ്ണമുള്ള ടൈപ്പ് വേണം ഇടാനെന്ന്. അപ്പം തന്നെ ഫുട്വെയർ നല്ലത് തപ്പാൻ തോന്നി. കുറേ മോഡൽസ് കണ്ടു. പക്ഷേ നമുക്ക് പ്രഗ്നൻസി സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ളൊരു ഫുട്വെയർ ആണ് കേട്ടോ വാങ്ങിയത്. ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഈ ഫുട്വെയറൊക്കെ ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ തന്നെ മാറ്റണമായിരുന്നു. പക്ഷെ ഞാനൊരു 7-ാം മാസം വരെ എൻ്റെ നോർമൽ ഹൈ ഹീലുള്ളത് തന്നെയാണ് കേട്ടോ മാറി മാറി ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ അവിടെ സ്കെച്ചേഴ്സിൻ്റെ പല ടൈപ്പൊക്കെ നോക്കി. ആദ്യം എനിക്ക് ഹീൽസ് ഇടാനാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ആദ്യം എൻ്റെ ശ്രദ്ധ മൊത്തം ഹീൽസിലോട്ടാണ് പോയേ. പക്ഷെ പറ്റില്ലല്ലോ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് 7th മന്തായി. അപ്പോൾ നമ്മൾ കൂടുതൽ നടക്കുമ്പോഴൊക്കെ ബാക്ക് പെയിൻ വരുന്നുണ്ട്. ബാക്ക് പെയിൻ മാത്രമല്ല, കാലിൻ്റെ താഴ്ഭാഗത്തും മേളിലും ഒക്കെ വേദന വരുന്നുണ്ട്. അവർ പറഞ്ഞ പോലെ 1 ഇഞ്ച് കനത്തിലുള്ള ചെരുപ്പ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ നമുക്കിപ്പോൾ മഴക്കാലമാണ്, എൻ്റെ ഈ ഒരു ഡെലിവറി ടൈം എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമൊക്കെ എന്ന് പറയുന്നത് നല്ല മഴയുള്ള ടൈമല്ലേ. അതുകൊണ്ട് തന്നെ തെന്നാത്ത നല്ല ഗ്രിപ്പുള്ള മോഡലാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ അപ് ടു 40% എന്ന ഓഫർ കണ്ടുകൊണ്ട് തന്നെ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ടല്ലോ അവിടെ. അതുകൊണ്ട് തന്നെ മോൻ്റെ സെക്ഷനും ചേട്ടൻ്റെ സെക്ഷനും ഒക്കെ വെറുതെ ഓടിച്ചിട്ടൊക്കെ നോക്കി. പക്ഷെ മോന് ഫുട്വെയർ വാങ്ങിക്കണമെങ്കിൽ അവനെ കൊണ്ട് വന്നിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാ. ഈ ഒരു ഷൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൾക്കാണെങ്കിൽ കുറച്ചും കൂടെ ഫ്രീക്ക് ടൈപ്പൊക്കെ ഇഷ്ടം. പക്ഷെ അത്രയും ഫ്രീക്കൊന്നും നമ്മളങ്ങനെ എടുക്കാറില്ല. അധികം ഇപ്പോൾ സ്കൂൾ ടൈം അല്ലേ, അധികം അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ പുറത്തെ ഷൂസ്. എങ്കിലും അടുത്ത ദിവസം വരുമ്പം വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നോക്കി. ആ ടൈമിൽ ചേട്ടൻ ബില്ലൊക്കെ കൊടുത്തു. സംഭവം കൈ കിട്ടി, പതുക്കെ നടക്കാൻ തുടങ്ങി. അപ്പോഴാലോചിച്ചത് വേണമെങ്കിൽ നമ്മളിപ്പോൾ വാങ്ങിയതെടുത്ത് ഇട്ടിട്ട് കാലിൽ കിടക്കുന്നിടത്ത് അകത്തിട്ടായിരുന്നു. അത്യാവശ്യം കുറേ നേരം നടന്നതുകൊണ്ട് കാലിന് നല്ല പെയിനുണ്ട്. പക്ഷെ പുതിയതല്ലേ, വേണ്ട, വീട്ടിൽ ചെന്നിട്ട് നാളെ ഇടാം എന്നും പറഞ്ഞിട്ട് സ്കെച്ചേഴ്സിനോട് ബൈബയും പറഞ്ഞിട്ട് അതെ ബില്ല് കിട്ടിയിട്ടോ. നമുക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ആ 20% ഡിസ്കൗണ്ടും വാങ്ങി ഹാപ്പി ആയിട്ട് നമ്മൾ ചില്ല് ചെയ്ത് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.